ഇനി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വെജ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അതും ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിലാട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു സവാള ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനും ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പേ ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ നിറയെ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അത് ആവശ്യത്തിന് എടുക്കുക എരിവൊക്കെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്, പൊട്ടറ്റോസ്. ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഉടയാത്ത കഷ്ണങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് കയ്യിലുകൊണ്ടാക്കി കൊടുത്താൽ മതി, അത് ഉടഞ്ഞ് കിട്ടിക്കോളും. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബ്രെഡ് പൊടിച്ചത്, നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് പൊടിച്ചെടുക്കുമല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഉരുളയാക്കി എടുക്കാം കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ട അതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ബ്രെഡ് ക്രംസ് വേണം. പിന്നെ അതുപോലെ ഞാനിത് വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇത് മുക്കി പൊരിക്കാനായിട്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടില്ല. പകരം ഞാൻ മൈദ കുറച്ച് വെള്ളത്തിൽ ബാറ്ററാക്കി എടുത്തിട്ട് അതിൽ മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോ മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് എടുക്കാം. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. കട്ട്ലേറ്റിൻ്റെ ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്ത് മാറ്റാം കേട്ടോ. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്